മുനമ്പം ഭൂസംരക്ഷണ സമിതിയുടെ റിലേ നിരാഹാര സമരം ഇന്ന് 35-ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. വിവിധ രൂപതകളിൽ നിന്നും സമരത്തിന് ഐക്യദാർഢ്യവുമായി വൈദികർ വരും. സംസ്ഥാന നേതാവിന്റെ വഖഫ് അനുകൂല പ്രസ്താവനയിൽ കടുത്ത അതൃപ്തിയിലാണ് ഭൂസംരക്ഷണ സമിതി. വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി ചേരുന്നു. വിഷ്ണു, മുനമ്പത്താണോ ഉള്ളത്? ഗുഡ് മോർണിംഗ്, പറയൂ. എസ്കെൻ മുനമ്പത്തേക്കുള്ള യാത്രയിലാണ്. മുനമ്പം സമരം 35-ാം ദിവസത്തിലേക്ക് കടക്കുന്നു. മുഖ്യമന്ത്രി 22-ാം തീയതി ഉന്നതതല യോഗം വിളിച്ചിട്ടുണ്ടെങ്കിലും ആ സമരം ഔദ്യോഗികമായി നിർത്താൻ ഇവർ തീരുമാനിച്ചിട്ടില്ല. കാരണം ഒരു സ്ഥിരീകരണം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. അവർക്ക് വലിയ ആശങ്കകളുണ്ട്. പ്രത്യേകിച്ച് ഇന്നലെ സമസ്ത നേതാവിൻ്റെ പ്രസ്താവന വലിയ അമർഷമാണ് മുനമ്പത്തെ ജനതകൾക്കിടെ ഉണ്ടാക്കിയത്. അത് വഖഫ് ഭൂമി എന്നായിരുന്നു ഇന്നലെ സുപ്രഭാതം പത്രത്തിൽ വന്ന സമസ്ത നേതാവിൻ്റെ ലേഖനം. അതിനെ പൂർണ്ണമായും മുനമ്പം ഭൂസംരക്ഷണ സമിതി തള്ളി. അതോടൊപ്പം അവർ ഇന്നലെ സ്വാഗതം ചെയ്തൊരു പ്രധാനപ്പെട്ട കാര്യം മുസ്ലിം ലീഗിൻ്റെ പ്രസ്താവനയാണ്. ഇന്നലെ പി കെ കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ളവർ പറഞ്ഞിരുന്നു, ഈ പ്രശ്നം രമ്യമായി പരിഹരിക്കും, ബിഷപ്പുമാരടക്കമുള്ളവരുമായി ചർച്ച ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്, സർക്കാർ മുൻകൈ എടുത്തില്ലെങ്കിലും മുസ്ലിം ലീഗ് മുൻകൈ എടുക്കുമെന്നൊരു പ്രസ്താവന ഇന്നലെ മുസ്ലിം ലീഗിൻ്റെ ഭാഗത്ത് വന്നിരുന്നു. അതിനെ പൂർണ്ണ മനസ്സോടുകൂടി സ്വാഗതം ചെയ്യാണ് മുനമ്പത്തെ ഭൂസംരക്ഷണ സമിതി. പക്ഷേ ഈ പ്രതിഷേധം തുടരാനാണ് തീരുമാനം. നാളെ വിപുലമായ പ്രതിഷേധ പരിപാടികൾ തീരുമാനിച്ചിട്ടുണ്ട്. രാവിലെ അവിടുത്തെ സ്ത്രീകളുടെ നേതൃത്വത്തിൽ ഒരു വലിയ റാലി സംഘടിപ്പിച്ചിട്ടുണ്ട്. വൈകിട്ട് SNDPയുടെ നേതൃത്വത്തിൽ മനുഷ്യച്ചങ്ങല 7000 പേരെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള മനുഷ്യച്ചങ്ങലയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. തുഷാർ വെള്ളാപ്പള്ളിയാണ് ആ മനുഷ്യച്ചങ്ങല ഉദ്ഘാടനം ചെയ്തത്. വിവിധ ഭാഗങ്ങളിൽ നിന്ന് മുനമ്പം ഭൂസംരക്ഷണ സമിതിക്കുള്ള പിന്തുണ വർദ്ധിച്ചു വരികയാണ്. സർക്കാർ ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണം. 22-ാം തീയതി യോഗം കഴിഞ്ഞ് 24-ാം തീയതിയോടുകൂടി ഈ വിഷയത്തിൽ ഒരു ഔദ്യോഗിക പ്രഖ്യാപനം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നാണ് ഇതുവരെ ലഭ്യമാകുന്ന വിവരം. SK. താങ്ക് യു വിഷ്ണു.